ഒരൊറ്റ മിനിറ്റ്, ഞാൻ ഈ ഒരു പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ വൺസ് എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. എൻ്റെ ഒരു പാർട്ടി എൻ്റെ ഓഫീസിൽ വന്നിട്ടായിരുന്നു 2-3 ദിവസം മുമ്പ്. അത് റിക്വയർമെന്റ്സ് ഒരു 4-5 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള ഇതിലാണ് വന്നിട്ടായിരുന്നത്. ആക്ച്വലി ഇത് ഫയൽ ചെയ്യാനുള്ള കാരണം ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ട്രെയിനിൽ നിന്ന് ഒരു 11,50,000 രൂപ ട്രെയിനിൽ നിന്ന് പിടിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ആക്ച്വലി ഒരു കഞ്ചാവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്താണ് ഈ ചെക്കിംഗ് നടന്ന സമയത്താണ് ഈ ഒരു എമൗണ്ട് ഇവരെ കയ്യിൽ നിന്ന് പിടിക്കുന്നത്. ആക്ച്വലി ഇവർക്ക് കറക്റ്റ് സോഴ്സ് ഉണ്ടായിരുന്നു. ഇവർ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്ത പണമായിരുന്നു ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഇവർ നേരെ ഈ പിടിച്ച പോലീസ് എന്ത് ചെയ്തു, ഇവരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറി. ഇവിടെ ഇവരെന്ത് ചെയ്തു, ഇവർ ആക്ച്വലി ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്തതിന് സോഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ഇതിന്റെ അഗ്രിമെന്റ് ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഇവർ വലിയൊരു മണ്ടത്തരം ഇവിടെ കാണിച്ചു. അതായത് ഇവർ നേരെ അഗ്രിമെന്റ്, അതായത് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്ത സമയത്ത് ഇത് ആക്ച്വലി സെയിൽ ചെയ്തിട്ടുണ്ടായത് ക്യാഷിനായിരുന്നു. ക്യാഷിന് സെയിൽ ചെയ്ത സമയത്ത് അത് കൃത്യമായി മെൻഷൻ ചെയ്ത് അവർ രണ്ടുപേരും അഗ്രിമെന്റ് ചെയ്തു. ഈ അഗ്രിമെന്റ് ആണ് ഇവർ സോഴ്സ് ആയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്തത്. ഇവിടെ വന്ന പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ക്യാഷ് ഇടപാട് നടത്തുന്നതിൽ ലിമിറ്റ് ഉണ്ട്. അതായത് നമുക്ക് മാക്സിമം ക്യാഷ് സ്വീകരിക്കാൻ പറ്റുന്നത് 2 ലക്ഷത്തിന് മുകളിൽ ഒരിക്കലും ക്യാഷ് ആയിട്ട് നമുക്ക് എമൗണ്ട് സ്വീകരിക്കാൻ പാടില്ല. ഇനി ഈ ഒരു എമൗണ്ട് ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 20,000 രൂപയാണ് ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ പേയ്മെന്റ് കൊടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. 10,000 രൂപയ്ക്ക് ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ പാടില്ല. ഈ ക്യാഷ് ഇടപാട് നടത്തിയോണ്ട് ഇതിന് 100% പെനാൽറ്റിയാണ്. ഈ 11,50,000 രൂപ ഇതിലേക്ക് പെനാൽറ്റി ആയിട്ട് പോകും. അത് ഈ 4-5 വർഷം റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ നോട്ടീസ് വരിക. അപ്പോൾ ഈ എമൗണ്ട് മുഴുവനായിട്ട് അടക്കാൻ പറ്റും. മാത്രമല്ല അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു 11,50,000 റിലീസ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇവർക്ക് ഇതിലാറ് വലിയ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇനി കൗണ്ടർ പാർട്ടിക്കും കൂടി നോട്ടീസ് വരും. കാരണം അവരെന്ത് ചെയ്തു, ഈ എമൗണ്ട് എന്ത് ചെയ്തു, ഇവർക്ക് പേയ്മെന്റ് ചെയ്തു. ഈ പേയ്മെന്റ് ചെയ്ത പാർട്ടി ആ പേയ്മെന്റ് ചെയ്തതിന്റെ ടാക്സും കൊടുത്ത എമൗണ്ടിന്റെ 60% എന്ത് ചെയ്യും, പെനാൽറ്റി ആയിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കാനായി. അതായത് ഏകദേശം ഈ ഒരു എമൗണ്ട് തന്നെ അവരും തിരിച്ചടങ്ങും. ഏകദേശം 15 ലക്ഷം പിടിച്ചതിന് 23 ലക്ഷം അങ്ങോട്ട് കൊടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ക്യാഷ് ഇടപാട് നടത്തുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 10,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല. ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻകം ടാക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനോ ഭാവിയിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആൾ ഇവർക്ക് നാളെ സോഴ്സ് ആയിട്ടൊന്നും കാണിക്കാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായിട്ട് ചാനലിലൂടെ തന്നെ പോവുക. പിന്നെ എത്ര മണ്ടത്തരങ്ങൾ എഗ്രിമെന്റ് ചെയ്തിട്ട് പല ആളുകളും സ്ഥലത്ത് വിൽക്കുന്ന സമയത്ത് എഗ്രിമെന്റ് ചെയ്ത് വെക്കും. ഏത് ഭാവിയിൽ നമുക്കൊരു ഉപകാരം, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത്. ഇത് ഡബിൾ പണിയായിട്ട് നിങ്ങൾക്ക് തന്നെ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇന്നല്ലെങ്കിൽ നാളെ ക്യാഷ് ഇടപാട് നടത്താത്ത ഒരാളുണ്ടാവില്ല, യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ഇടപാടുകൾ നടത്താം. അപ്പോൾ കൂടുതൽ അക്കൗണ്ട്സ് ടാക്സ് പരമായി എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തുള്ള നമ്പർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലുള്ള ടാക്സ് അപ്ഡേറ്റ്സിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം.